11 വർഷമായി എന്റെ പിതാവ് നഷ്ടപ്പെട്ടിട്ട് ഒന്നുമല്ലാത്ത ജീവിതമായിരുന്നു. വേദനയുടെയും പ്രതിസന്ധിയുടെയും ലോകത്ത് ജീവിച്ചു പോയ എന്റെ പിതാവിന് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഒരു പ്രാർത്ഥന കൊണ്ട് ഞാൻ അവിടെ സായുജ്യമടയുന്നു റബ്ബേ. എന്റെ വാപ്പാക്ക് നീ പൊറുക്കണേ റബ്ബേ. ഞാൻ ഒരു ദിവസമാണ്, ഒരു നിമിഷമാണ് എന്റെ ഒരു അറിവ് പഠിച്ചതിന്റെ പേരിൽ എന്റെ വാപ്പാന്റെ മുമ്പിൽ പോയി ഒന്ന് ദുആ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അന്തസ്സോടെ പറയുകയാ, എന്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ആ ഉമ്മാടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഉമ്മാക്ക് ദുആ ചെയ്യാൻ അന്തസ്സോടെ പറയുകയാ. നഷ്ടപ്പെട്ടപ്പോഴല്ലേ അതിന്റെ വേദന അറിയുള്ള സഹോദരങ്ങളെ. രണ്ടുപേരും ജീവിച്ചിരുന്ന കാലം മക്കൾക്ക് വല്ലാത്ത സുവർണമായ കാലമല്ലേ. അതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ അസ്ഥിവാരം നഷ്ടപ്പെട്ടില്ലേ, അതിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോയില്ലേ. ആയിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. കുടുംബ ബന്ധങ്ങൾ തന്നെ ചിന്ന ഭിന്നമാകുകയാ. പാപ്പയുടെ ഭാഗത്തുള്ളവര് പിന്നെ നമ്മളോട് വല്ലാത്ത ബന്ധങ്ങളില്ല. ഉമ്മയുടെ ഭാഗത്തുള്ളവര് തന്നെ വല്ലാത്ത ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാ. ഇതല്ലേ ഇന്നത്തെ ലോകം സഹോദരങ്ങളെ. മരണപ്പെടുമ്പോൾ അവർ ഒറ്റയാകുകയാണ്, അവർ ഒറ്റപ്പെടുകയാണ്. അതേ വിശുദ്ധമായ പ്രവാചക ലോകത്തോട് കള്ളം പറയാത്ത ലോകത്തിന്റെ യജമാനനായ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ആടിമകളുടെ മകനായ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ലാ യദുൽ ജന്നത കാത്തിഉഹു. കുടുംബബന്ധം മുറിക്കുന്നവൻ കാലൻ നബിയുനാ റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നു, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. ഇന്ന് പണമുണ്ടെങ്കിൽ എല്ലാവരും തിരിഞ്ഞു നോക്കും. പണവും അധികാരമുണ്ടെങ്കിൽ എല്ലാവരും അവരുടെ പിന്നാപ്പുറങ്ങളിലേക്ക് പോകും സഹോദരങ്ങളെ. ഇത് രണ്ടുമില്ലെങ്കിൽ ആർക്കും ബന്ധങ്ങൾ വേണ്ട, തറവാട് പറയേണ്ട ആവശ്യമില്ല. അഥവാ പറഞ്ഞു പോയാൽ അവരുടേതായ പണത്തിന്റെ മേഖലയുടെ ഉടൻപടിയിലുള്ളവരെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ലോകം തന്നെയല്ലേ. അവർ നമ്മുടെ മക്കളാണെന്നോ, എന്റെ സഹോദരന്റെ മക്കളാണെന്നോ, എന്റെ മാമയുടെ മക്കളാണെന്നോ, എന്റെ മാമിയുടെ മക്കളാണെന്നോ, എന്റെ ജ്യേഷ്ഠ സഹോദരന്റെ മക്കളാണെന്നോ, എന്റെ വേണ്ടപ്പെട്ടവന്റെ മകനാണെന്നോ, എന്റെ വേണ്ടപ്പെട്ടവരുടെ മകന്റെ മകനാണെന്നോ, മകളുടെ മകനാണെന്നോ, എന്റെ സഹോദരിയുടെ മകനാണെന്നോ പറയാൻ തുച്ഛിക്കുന്ന കാലം അങ്ങനെയല്ലേ. പണമില്ലെങ്കിൽ പണമുണ്ടെങ്കിൽ അവർ ഏത് മേഖലയിലും കടന്നുകൂടും, ഏതാരെയും കടന്നാക്രമിക്കപ്പെടും, ആരെയും ശക്തമായ നിലയിൽ നല്ലപോലെ സ്നേഹിക്കപ്പെടും. അല്ലേ, അങ്ങനെയാണ്. അത് എവിടെയെന്നല്ല, ലോകത്ത് സംജാതമാണ്. ഇത് ഈ ലോകത്ത് സംജാതമാണ്. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിന്റെ കിടപ്പും. അതുകൊണ്ട് 11 വർഷമായി വാപ്പ നഷ്ടപ്പെട്ട വാപ്പാക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിശ്വാസിയുടെ ആയുധല്ലോ ആ ദുആ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. 9ഓളം വർഷങ്ങളാകാൻ പോകുന്നു മരണപ്പെട്ടിട്ട്. എന്നിട്ടും ഇന്ന് വരെ അവരുടേതായ ദുആ റബ്ബേ നീ അവർക്ക് പൊറുക്കണേ റബ്ബേ, അവർക്ക് സ്വർഗമല്ലാതെ കൊടുക്കല്ലേ റബ്ബേ. അവരോടൊപ്പം ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെയും ഹബീബായ തിരുപ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കയ്യിൽ ഹൗദുൽ കൗസർ കുടിക്കാൻ നീ ഇടവരുത്തണേ റബ്ബേ.